Hello guys, welcome to AnzysViews. നമുക്കെല്ലാവർക്കും അറിയാം Realme 5 Pro എന്നുള്ള സെറ്റിനെ കുറിച്ച്. Realme 5 Pro എന്ന് പറയുന്നത് റിയൽമിയുടെ 15000 റേഞ്ചിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല സെറ്റാണ് എന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ അതുപോലെ തന്നെ ഞാൻ ഏകദേശം 3 ദിവസം ഈ ഫോൺ ഉപയോഗിച്ചു. അങ്ങനെ 3 ദിവസം ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ബോക്സിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ക്രിസ്റ്റൽ ഗ്രീൻ കളർ എന്നുള്ള ഒരു കളറാണ്. ഓക്കെ, 2 കളറിലാണ്, ബ്ലൂ കളറും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ കൊടുത്തിരിക്കുന്നത് ഹെഡ് സാർ വാല്യൂ 1.078 വാട്ട് പെർ കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ബോഡി സാർ വാല്യൂ 0.396 വാട്ട് പെർ കിലോഗ്രാം ആണ്. അതായത് മാക്സിമം റെസ്ട്രിക്റ്റഡ് സാർ വാല്യൂ എന്ന് പറയുന്നത് 1.6 ആണ്. അതിനേക്കാൾ കുറവുള്ള ഒരു വാല്യൂ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB റാം 64GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ഒരു വേരിയൻ്റ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ 15999 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വൽ പ്രൈസ് 14999 രൂപയാണ്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ബോക്സ് പൊട്ടിച്ച് നോക്കാം. ബോക്സ് പൊട്ടിച്ച് നമ്മൾ ആദ്യം തന്നെ നോക്കുമ്പോൾ വെൽക്കം ടു റിയൽമി ഫാമിലി എന്നുള്ള ഒരു ബോക്സാണ്, വൈറ്റ് ബോക്സാണ് കാണാൻ സാധിക്കുക. ആ വൈറ്റ് ബോക്സിൽ നമുക്കൊരു പേപ്പേഴ്സും അതുപോലെ തന്നെ ബാക്ക് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രീതിയിലാണ് വരുന്നത്. ഈ ബാക്ക് കവറിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബാക്ക് കവറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് Realme 5 Pro എന്നുള്ള ഡിവൈസാണ് കാണാൻ സാധിക്കുക. ഓക്കെ, ഈ ഡിവൈസിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലാസ്റ്റിക് കവറും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലൂ, അതായത് ഒരു പശ പോലെ ഒട്ടിച്ച് നിൽക്കുന്ന പോലെ എന്തോ ഒരു ഡിവൈസിൻ്റെ ബാക്കിലുണ്ട്. ശരിക്കും അത് തുടച്ചാൽ പോകുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു ഡിവൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പശ ഒട്ടിക്കുന്ന പോലെ അല്ലെങ്കിൽ ചെറുതായിട്ട് പൊട്ടിയൊക്കെ ഉള്ള ചില രീതിയിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് പാക്കിങ്ങിലൊക്കെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വരാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത്. ഏതായിരുന്നാലും ഇവിടെ ഞാനത് ജസ്റ്റ് ഒന്ന് തുടച്ചപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പോയി ഡിവൈസ് ക്ലീൻ ആയി. ഓക്കെ, ഏതായിരുന്നാലും അത് പ്രത്യേകം റിയൽമിയുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധ വരേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഏതായിരുന്നാലും കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഡിവൈസിലേക്ക് വരുമ്പോൾ നല്ല ഷൈനി ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ക്രിസ്റ്റൽ ഡിസൈൻ എന്നാണ് റിയൽമി ഇതിനെ വിളിക്കുന്നത്. അതായത് നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ഒക്കെ കുറച്ചൊരു നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുന്ന നല്ല സ്റ്റഡി ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഫോണാണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു ഡിസൈനും അതേപോലത്തെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒറ്റയടിക്ക് നമ്മൾ പറയുമ്പോൾ. അടുത്തായിട്ട് ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്ക് 5V 4A അതായത് 20 വാട്ട് ചാർജറാണ്. VOOC ചാർജർ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ നമുക്ക് USB കേബിൾ കാണാൻ സാധിക്കും, Type-C USB കേബിളാണ് വരുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് സിം ഇജക്ടർ പിന്നും കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഡിവൈസിനെ ഈ Realme 5 Pro എന്നുള്ള ഡിവൈസിനെ അടുത്ത് നിന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഡിവൈസിനെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ട് നിന്ന് ഏറ്റവും ടോപ്പ് നിന്ന് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുക ഇയർ പീസ്, അതുപോലെ തന്നെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു 16 മെഗാപിക്സൽ സോണി IMX471 എന്നുള്ള f2.0 അപ്പർച്ചർ വാല്യൂ ഉള്ള ഒരു സെൽഫി ക്യാമറ കാണാൻ സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ട് 6.3 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷനുള്ള IPS LCD ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് Gorilla Glass 3 പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. LED നോട്ടിഫിക്കേഷൻ ഇല്ല, സാധാരണ റിയൽമി ഫോണുകളിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇനി ഡിവൈസിൻ്റെ ബോട്ടം സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3.5mm ഓഡിയോ ജാക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രൈമറി മൈക്ക് കാണാൻ സാധിക്കും. പിന്നെ USB Type-C പോർട്ട് കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് സ്പീക്കറും കാണാൻ സാധിക്കും. ഇത്രയാണ് ഫുള്ളാണ് നമുക്ക് ബോട്ടം സൈഡ് എന്ന് പറയാൻ സാധിക്കും. ഇനി ഡിവൈസിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു റിയൽമി എന്ന് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ഒരു ക്രിസ്റ്റൽ ഡിസൈൻ ലുക്ക് കാണാൻ സാധിക്കും. ഗ്രീൻ കളർ ഡിവൈസാണ് ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ഫ്ലാഷി നല്ലൊരു പ്രീമിയം ഒരു ലുക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ബാക്കിലെ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ്. നമുക്ക് കണ്ടാൽ നമുക്ക് ഗ്ലാസ് പോലെയൊക്കെ തോന്നിക്കും, പക്ഷേ പ്ലാസ്റ്റിക് ഫിനിഷിലാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിന് താഴെയായിട്ട് നമുക്ക് 4035 mAh ബാറ്ററിയും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിവൈസിൻ്റെ ബാക്ക് സൈഡിൽ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സാധാരണ ബാക്ക് സൈഡിലുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാൻ സാധിക്കും.
ഓക്കെ, പിന്നെ നമുക്കൊരു LED ഫ്ലാഷ് കാണാൻ സാധിക്കും. പിന്നെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് കാണാൻ സാധിക്കുക. ക്വാഡ് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ 2 മെഗാ പിക്സൽ അൾട്രാ മാക്രോ ക്യാമറ ആണ് കാണാൻ സാധിക്കുക. അതിന് മുകളിലായിട്ട് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ ക്യാമറ കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് നമുക്ക് 48 മെഗാ പിക്സൽ ക്യാമറയാണ്. സോണിയുടെ IMX586 സെൻസറിലുള്ള ഒരു ക്യാമറയാണ്. അതിൻ്റെ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് f1.8 ആണ്. ഓക്കെ, പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു വൈഡ്നെസ് എന്ന് പറയുന്നത് ഏകദേശം 119 ഡിഗ്രിയാണ്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂളിനെ കുറിച്ച് പറയുമ്പോൾ. ബാക്ക് സൈഡിൽ നമുക്ക് ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഇനി ഡിവൈസിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആകെ കാണാൻ സാധിക്കുക സെക്കൻഡറി മൈക്കാണ്. ഇവിടെ IR ബ്ലാസ്റ്റർ സെൻസറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. റെഡ്മി ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന റിയൽമി ഫോണുകളിൽ സാധാരണ IR ബ്ലാസ്റ്റർ സെൻസർ ഉണ്ടാകാറില്ല. ഓക്കെ, ഇനി ഡിവൈസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സിം ട്രേ കാണാൻ സാധിക്കും. സിം ട്രേയെ കുറിച്ച് പറയുമ്പോൾ ട്രിപ്പിൾ സ്ലോട്ടാണ്. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇങ്ങനെ 3 ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന് താഴെ നമുക്ക് പോകുമ്പോൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസും കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു സൈഡ് ഫ്രെയിമിനെ കുറിച്ച് പറയുമ്പോൾ സൈഡ് ഫ്രെയിമും ഇവിടെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡിവൈസിനെ ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കാനുള്ള ബട്ടൺ, അതേപോലെ തന്നെ സ്ക്രീൻ ഓൺ ഓഫ് ബട്ടണും കാണാൻ സാധിക്കും. ഇത്രയാണ് ഡിവൈസിനെ ക്ലോസ് അപ്പ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനോട് കൂടെ കിട്ടുന്ന ബാക്ക് കവർ എത്രത്തോളം ഫിറ്റ് ആണെന്ന് നോക്കാം. ഫിറ്റിങ്ങിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ വളരെ പക്കായിട്ട് ഫിറ്റാണ്. ബട്ടൺസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു കട്ടിയുള്ള അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ക്യാമറ ഹമ്പും വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് കവറാണ് ഇതിനോട് കൂടെ വന്നിട്ടുള്ളത് എന്ന് ചുരുക്കി പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റാണ്. നമുക്ക് സാധാരണ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റേഞ്ചിലൊക്കെ. റിയൽമി ആയാലും റെഡ്മി ആയാലും ഒക്കെ നല്ല ഫാസ്റ്റാണ്. അതേ ഒരു രീതിയിലാണ് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് ഫേസ് അൺലോക്കിംഗ് അവൈലബിൾ ആണ്. ഫേസ് അൺലോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ റിയൽമി ഫോണുകളെ പോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഓൾമോസ്റ്റ് അക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഫേസ് അൺലോക്കും എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, വളരെ നല്ല രീതിയിലാണ് ഫേസ് അൺലോക്കും അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും വന്നിട്ടുള്ളത്. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ഇനി ഈ ഡിവൈസ് ഓൺ ചെയ്ത് ഇതിലെ ആ ഒരു കളർ വോയിസ് 6 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ കുറച്ചൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആപ്പ് ട്രേ അവൈലബിൾ ആണ്. അതായത് നോർമൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിലൊക്കെ പോലെ തന്നെയുള്ള അതേ രീതിയിലാണ് ആപ്പ് ട്രേ ലോഞ്ചിങ്ങും ക്ലോസിങ്ങും ഒക്കെ. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഏരിയ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പോളിഷ് ലുക്കാണ്. പുതിയൊരു റിഫ്രഷ്ഡ് ലുക്കാണ്. പണ്ടുള്ള ഒരു സ്ക്വയർ ലുക്കല്ല, ഇപ്പോൾ റൗണ്ടിലാണ് ഐക്കൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ സ്മാർട്ട് അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു ഹോം സ്ക്രീനിൽ ഒരു പേജ് ഉണ്ട്. അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ അതിൽ അവൈലബിൾ ആക്കാൻ പറ്റും. നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. വളരെ നല്ല രീതിയിലാണ് ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സാണ് ഇതൊക്കെ. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് ബ്ലോട്ട് വൈസ് കാണാൻ സാധിക്കും. അതായത് അൺവാണ്ടഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിലുള്ള സിസ്റ്റം റിയൽമിയുടെ തന്നെ സ്വന്തം സിസ്റ്റം സോഫ്റ്റ്വെയർ ഒന്നും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഹോട്ട് ഗെയിംസ്, ഹോട്ട് ആപ്സ് എന്നുള്ള 2 ഫോൾഡർ ഹോം സ്ക്രീനിൽ കാണാൻ സാധിക്കും. അത് നമുക്ക് റിമൂവ് ചെയ്യാം. പക്ഷെ അത് ഹോം സ്ക്രീനിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്താലും ആപ്പ് ഡ്രോവറിൽ അങ്ങനെ കിടക്കും. നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ടിപ്സും അതേപോലെ തന്നെ കളർ വോയിസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് പോയിട്ട് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് എബൌട്ട് ഫോണിൽ പോയിട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അതിൽ പോയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഡിവൈസ് നെയിം റിയൽമി 5 Pro എന്ന് കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കളർ വോയിസിൻ്റെ വേർഷൻ 6 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്, അല്ലെങ്കിൽ പൈ ആണ് വന്നിട്ടുള്ളത്. പിന്നെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 712 ഒക്ടോ കോർ പ്രൊസസ്സറാണ്. റാം വേർഷൻ ഇവിടെ 6GB റാം ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ മെമ്മറിയെ കുറിച്ച് പറയുമ്പോൾ 64GB ഇന്ത്യൻ മെമ്മറി വേർഷൻ ആണ്. അതിൽ നമുക്ക് 51.5GB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ജൂലൈയിലുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. പക്ഷേ ഇത് ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നു. അതിൽ നമുക്ക് ഓഗസ്റ്റിലുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് നോക്കാം. ലോഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടുള്ള മോഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം വീഡിയോ മോഡ് ഉണ്ട്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പിന്നെ വൈഡ് ആംഗിൾ മോഡ് ഉണ്ട്. അതുപോലെ തന്നെ 48 മെഗാ പിക്സലിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു മോഡ് അവൈലബിൾ ആണ്. പിന്നെ നൈറ്റ് സ്കേപ്പ് മോഡ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള റിയൽമി ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന നോർമൽ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്.
പിന്നെ ഏറ്റവും താഴേക്ക് പോയാൽ നമുക്ക് അൾട്രാ മാക്രോ മോഡും അവൈലബിൾ ആണ്. ഇത്രയും മോഡ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ക്യാമറ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, എന്നിരുന്നാലും ഇനി അടുത്തായിട്ട് നമുക്ക് എൻ്റെ 3 ദിവസം ഉപയോഗിച്ചിട്ട് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ കൺക്ലൂഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗത്തേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു റിയൽമി 5 പ്രോയിൽ എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസും അതേപോലെ തന്നെ വീഡിയോ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ റിയൽമി 5 പ്രോയുടെ ബാക്ക് ക്യാമറ കൊണ്ടാണ്. നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇതിൽ അവൈലബിൾ അല്ല. ഓക്കെ, ഫോക്കസിങ് നോക്കിയാൽ സ്മൂത്ത് ആയിട്ട് ഉള്ള ഫാസ്റ്റ് ഫോക്കസിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് റിയൽമി 5 പ്രോയുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നതും ഇതിൽ നിന്നുള്ള തന്നെയുള്ള സൗണ്ടാണ്. ടച്ച് ചെയ്യുമ്പോഴാണ് എവിടെയാണ് അതിനനുസരിച്ച് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത്. നോർമൽ കേസിൽ നമുക്ക് ഫേസ് ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിവൈസിൻ്റെ കൺക്ലൂഷൻ അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു 3 ദിവസം ഉപയോഗിച്ചപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 712 എന്ന പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ റിയൽമി 5 പ്രോയിൽ PUBG ഒക്കെ കളിച്ച് നോക്കി. HD ഗ്രാഫിക്സിൽ ഹൈ ഫ്രെയിം റേറ്റിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്ലേയബിൾ ആണ് PUBG ഒക്കെ. നമുക്ക് ഹീറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രൊസസ്സറാണ്. വളരെ നല്ലൊരു പ്രൊസസ്സറാണ്. നല്ല കൂളായിട്ടുള്ള നല്ലൊരു പ്രൊസസ്സർ എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് ഇതിൻ്റെ ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനോട് കൂടെ കിട്ടുന്ന VOOC ചാർജർ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജറാണ്. ഏകദേശം 90% ആ ഒരു റേഞ്ചിലൊക്കെ ചാർജ് ചെയ്യാൻ ഒരു മണിക്കൂറിൻ്റെ താഴെ ടൈം മതി. നമുക്കൊരു 1.5 മണിക്കൂറിൻ്റെ താഴെ ടൈം കൊണ്ട് ഫുൾ ചാർജ് 100% ചാർജ് ചെയ്യാൻ പറ്റും. വളരെ നല്ല രീതിയിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 6 ഹവേഴ്സ് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അതായത് ഒരു നോർമൽ ടു ഹെവി യൂസർ ആണെങ്കിൽ 1 ഡേ ഈസി ആയിട്ട് കിട്ടും. ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം രാത്രിയൊക്കെ ആകുമ്പോഴേക്ക് ചാർജ് ചെയ്യുന്ന ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എനിക്ക് ഈ ഒരു 3 ദിവസത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ. പിന്നെ നാലാമതായിട്ട് ഇത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ ആണ്, പക്ഷെ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള നമുക്ക് ഔട്ട്ഡോറിലൊക്കെ വളരെ നല്ല രീതിയിൽ യൂസബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. നല്ല രീതിയിൽ വെയിലുള്ള ടൈമിൽ ഉപയോഗിച്ച് നോക്കിയിട്ടും നമുക്ക് ഡിസ്പ്ലേ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇതിൽ ഇല്ല. നല്ലൊരു ഡിസ്പ്ലേ എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 48 മെഗാ പിക്സൽ സോണിയുടെ ആ ഒരു സെൻസർ വളരെ നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സെൻസറാണ്. ആ ഒരു ക്വാളിറ്റിയും ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ അതേപോലെ തന്നെ മാക്രോ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ഇതിനേക്കാളും ചീപ്പായ റിയൽമി 5ൽ കണ്ടുവരുന്ന അതേ ഒരു സെൻസറാണ് ഉപയോഗിച്ചത് എന്ന് തോന്നി. അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കുറച്ചൊരു ബെറ്റർ ആക്കാമായിരുന്നു ഈ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും മാക്രോ ക്യാമറയും എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റിയൽമി XT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിയൽമി XTയിൽ വളരെ കുറച്ചുകൂടി നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള ഇതിനേക്കാളും ബെറ്റർ ക്യാമറ ആണെന്ന് തീർച്ചയായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് കൺക്ലൂഷനായിട്ട് ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ 15,000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിവൈസ് എന്ന് തന്നെ ഈ ഒരു ഡിവൈസിന് ഈ ഒരു റിയൽമി 5 പ്രോയെ കുറിച്ച് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ റിയൽമി 5 പ്രോയുടെ അൺബോക്സിങ് അതുപോലെ തന്നെ ഈ 3 ദിവസം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ColorOS 6ന്റെ കുറച്ച് ഫീച്ചേഴ്സും ടിപ്സും പിന്നെ ഇതിനോട് കൂടെ കിട്ടുന്ന ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനോട്